നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഏറ്റവും കൂടുതൽ ആഘാതമാകുന്നത് CPM-നാണ്. LDF-നാകെയാണ്, ഒപ്പം CPM-നാണ്. CPM-ൻ്റെ കോട്ടകൊത്തളങ്ങളിൽ പോലും ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ സ്ഥിരം മണ്ഡലങ്ങൾ എന്ന് കരുതിയിരുന്ന മണ്ഡലങ്ങളിൽ ഒരൊറ്റ ഒന്നുപോലും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ആഘാതമാണ് CPM-ന് കാര്യമായി ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ കാരണങ്ങൾ പാർട്ടി വിശദമായി പരിശോധിക്കും എന്നൊക്കെ ഇന്ന് പത്രങ്ങളിലുണ്ട്. അത് സംബന്ധിച്ച ആലോചനാ യോഗം സെക്രട്ടേറിയറ്റിൻ്റെയും സംസ്ഥാന കമ്മിറ്റിയുടെയും ദിവസങ്ങൾ നീളുന്ന യോഗത്തെക്കുറിച്ച് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം ആലോചനകളിലൂടെ പുതിയ തീരുമാനങ്ങളും തിരുത്തലുകളും വരുത്തുകയാണെങ്കിൽ CPM-നും LDF-നും സംസ്ഥാനത്തിനാകെയും ഗുണകരമായ ഒരു സാഹചര്യം രൂപപ്പെടുത്തും. ഈ സാഹചര്യത്തിൽ പല മേഖലകളിൽ നിന്നും ഉയർത്തപ്പെടുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പൊതുവായി എല്ലാവരും പറയുന്ന പോലെ തന്നെ ഭരണവിരുദ്ധ വികാരത്തിലേക്ക് നയിച്ച സാഹചര്യമാണ്. ഭരണവിരുദ്ധ വികാരത്തിന് പല കാരണങ്ങളുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ഒരു വലിയ കാരണമാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. CPM-ൻ്റെ അടിസ്ഥാന വോട്ടുകൾ അല്ലെങ്കിൽ അടിസ്ഥാന പിന്തുണയ്ക്കുന്ന ജനവിഭാഗത്തെ പാർട്ടിക്കൊപ്പമോ ഭരണകൂടത്തിനൊപ്പമോ സർക്കാരിനൊപ്പമോ നിർത്തുന്നതിൽ CPM സംസ്ഥാന ഭരണ നേതൃത്വം പരാജയപ്പെടുന്നതിന് ഒന്നാമത്തെ കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ്. കേന്ദ്രം സാമ്പത്തിക ഉപരോധ സമാനമായ നടപടി കേരളത്തിനെതിരെ എല്ലാ ഘട്ടങ്ങളിലും സ്വീകരിച്ചു വരുന്നുണ്ട്. അതിന് അവർക്ക് റിസൾട്ട് കിട്ടി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സംസ്ഥാന സർക്കാരിനെതിരായ അല്ലെങ്കിൽ LDF-നെതിരായ ജനങ്ങളുടെ വികാരം പ്രകടിതമായി. അതിൻ്റെ കാരണം BJP-യുടെ സാമ്പത്തിക ഉപരോധ സമാനമായ നടപടികൾ ആണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ സാഹചര്യത്തെ, അങ്ങനെ ഒരു സാഹചര്യം കേന്ദ്രം സൃഷ്ടിക്കുമ്പോൾ അതിനെ കൃത്യമായി അതിജീവിക്കാനുള്ള പദ്ധതി ഇവർ സ്വീകരിച്ചില്ല എന്നുള്ളത് ഒരു വസ്തുതയുമാണ്. പദ്ധതി സ്വീകരിക്കാൻ മറ്റു മാർഗങ്ങളുണ്ടോ ഇല്ലയോ എന്നൊന്നും സാധാരണ മനുഷ്യന് അറിയില്ലല്ലോ. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിൻ്റെ തുടർച്ചയായി ഉള്ള സാമ്പത്തിക പ്രതിസന്ധി, സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തത്, ക്ഷേമ പെൻഷൻ കിട്ടാത്തത്, മറ്റ് ക്ഷേമ പദ്ധതികളൊന്നും നടപ്പിലാക്കാത്തത്, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ ബാധിച്ചത് യഥാർത്ഥത്തിൽ CPM-ൻ്റെ അടിസ്ഥാന വിഭാഗത്തെയാണ്. CPM-ൻ്റെ പിന്തുണ അല്ലെങ്കിൽ LDF-ൻ്റെ ഒപ്പം നിൽക്കുന്ന ഇവിടുത്തെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന വിഭാഗത്തെ ആകെയാണ്. അതിൻ്റെ കൂടി റിസൾട്ടായി വേണം ഇതിനെ കാണാൻ. ഒന്നുകിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ തീരുമാനമുണ്ടാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിത്യജീവിത പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് മറ്റു പല വിഷയങ്ങളിലേക്കും മുഖ്യധാര ചർച്ച വഴിമാറി പോകുന്നത് നമ്മൾ കാണുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നയം അതേപോലെ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ഒരു പരിധിവരെ, ഒരു ഘട്ടം വരെ വിജയിച്ചുവെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനോ അത്തരമൊരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനോ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ബോധ്യപ്പെടുത്തിയാൽ തന്നെ എത്ര കാലം ബോധ്യപ്പെടുത്തി നിൽക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ജനങ്ങളോടുമായുള്ള സംവേദനമാണ്. ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമം ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് CPM-നെ കുറിച്ച് നേരത്തെ ഏറ്റവും പുതിയ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ എന്നുള്ള സംബന്ധിച്ച് ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എന്നാൽ ഈ സമീപ വർഷങ്ങളിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള ജനങ്ങളുമായുള്ള സംവേദനത്തിൽ ഒരു ഒഫീഷ്യൽ സംവിധാനം എന്ന നിലയിലുള്ള ഇടപെടലിലേക്ക് അവർ ചുരുങ്ങുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത്തരം സമീപനം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മനുഷ്യനോട് പെരുമാറുന്നത് പോലെ തന്നെ അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. അങ്ങനെ ജനങ്ങളുമായി സംവദിക്കാനുള്ള, നിരന്തരമായ സംവേദനം സാധ്യമാകാനുള്ള അതിൻ്റെ എല്ലാ ജാർഗൺസും അല്ലെങ്കിൽ എന്താ പറയുക, ബാരിയറുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള, തടസ്സങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവരോട് നേരിട്ട് സംവദിക്കാനുള്ള വഴികൾ സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിന് CPM-ൻ്റെയും LDF-ൻ്റെയും രണ്ടാം നിര നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ പരാജയമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള കാഷ്വലായ സംവാദങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു വസ്തുത. മൂന്നാമത്തേതാണ് പോലീസിംഗ് ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ ഭരണ സംവിധാനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് പുറത്തേക്ക് മാറുന്നു എന്നുള്ള ആരോപണം. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലവിധ പ്രശ്നങ്ങളിൽ, സ്ത്രീ പ്രശ്നങ്ങൾ മുതൽ സാധാരണ പോലീസിങ്ങിൻ്റെ മറ്റ് സാധാരണ മനുഷ്യരുമായുള്ള ഇടപെടൽ വരെയുള്ള കാര്യങ്ങളിൽ ഉയർത്തപ്പെടുന്ന വിമർശനം, ഇങ്ങനെ പലവിധ കാര്യങ്ങൾ നിലവിലുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തോട് സ്വീകരിച്ച, ഒടുവിൽ 5 വർഷത്തോളം ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എന്ന പോലെ സംസ്ഥാന സർക്കാരിനോട് സ്വീകരിച്ചിരിക്കുന്ന വിവേചനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ തുടർച്ചയായി നടക്കുന്ന കാര്യങ്ങൾ കൂടി തിരിച്ചറിഞ്ഞ് അതിനെ അതിജീവിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഗൗരവപൂർവ്വം ഉൾക്കൊണ്ടുകൊണ്ട് CPM-ഉം LDF-ഉം സർക്കാരും മുന്നോട്ട് പോവുക എന്നുള്ളത് ജനജീവിതത്തിന്
തന്നെ ഗുണകരമായ സാഹചര്യം സൃഷ്ടിക്കും. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാധ്യമങ്ങളിൽ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തുകയോ തെരഞ്ഞെടുപ്പ് വിജയം വിലയിരുത്തുകയോ ചെയ്യുന്ന സമയത്ത് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മാധ്യമങ്ങൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചു വരുന്നിരുന്നത് പോലെ CPMൻ്റെ ഈ പരാജയത്തെ വലിയ തോതിൽ ആഘോഷിക്കുന്ന കാഴ്ചകളുണ്ട്. വൈരനിര്യാതന ബുദ്ധിയോടുകൂടി അവർക്ക് സംതൃപ്തി നൽകിയ തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ BJPക്കുണ്ടായിരിക്കുന്ന ഈ ഒരു തിരിച്ചടിക്ക് സമാനമായ റിസൾട്ടിനെ തൽക്കാലം ആ നിലയിൽ നിന്ന് മാറ്റി നിർത്തിയുള്ള ചർച്ചകൾക്ക് വഴി വെക്കുന്ന വിധത്തിൽ കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും CPMൻ്റെ പരാജയത്തെ ആഘോഷിക്കുന്നത് കാണുന്നുണ്ട്. BJP ജയിക്കാത്ത മണ്ഡലങ്ങളിൽ അനിൽ ആൻ്റണിയൊക്കെ എന്തുകൊണ്ട് തോറ്റു, പത്തനംതിട്ടയിൽ എന്തുകൊണ്ട് തോറ്റു എന്നതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് അവർക്ക് പുതു വഴി നിർദ്ദേശിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നാളെ നിർത്തിയാൽ മതി എന്നൊക്കെയുള്ള തരത്തിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. അതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ LDFും CPMും ഗൗരവത്തിൽ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം. ആലോചിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോക്ക് അസാധ്യമാണ് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ജനവിധിയിലെ കേരള പാഠം എന്ന തലക്കെട്ടിൽ മാതൃഭൂമി എഴുതിയ മുഖപ്രസംഗത്തിലെ പ്രസക്ത ഭാഗം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. കേരളത്തിലെ ഇത്തവണത്തെ ജനവിധിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ പതിവ് ക്രമത്തിലുള്ളതെന്ന് ലഘൂകരിക്കാനാകില്ല. സംസ്ഥാന സർക്കാരിനോടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിയോടുമുള്ള ജനങ്ങളുടെ കടുത്ത നീരസം ഈ വിധിയെഴുത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. തുടർ ഭരണം നൽകിയ അധികാര പ്രമത്തത CPMന്റെ പാർട്ടി സംവിധാനത്തെ ബാധിച്ചതും ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഴം കൂട്ടുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ ഈ സർക്കാരിന് പ്രാപ്തിയില്ല എന്ന് ജനം കരുതുന്നു. മുഖ്യമന്ത്രി നേരിട്ട് കൈയാളുന്ന പോലീസ് ഭരണം കാര്യക്ഷമമോ ധാർമ്മികമോ അല്ലെന്നും പ്രബലമായൊരു ധാരണയുണ്ട്. സംസ്ഥാനത്ത് ഗുണ്ടാ വിളയാട്ടം അസഹനീയമായ നിലയിൽ എത്തിയിരിക്കുന്നു. സംസ്ഥാനത്ത് പൊതുജനാരോഗ്യ മേഖല ശോചനീയാവസ്ഥയിലാണ്. പൊതുവിതരണ മേഖലയെ ജനത്തിന് ആശ്രയിക്കാൻ പറ്റാതായിരിക്കുന്നു. പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചക്കഞ്ഞിയും സൗജന്യ യൂണിഫോം വിതരണവും ഒക്കെ അധ്യാപകരുടെ കീശ കാലിയാക്കുന്ന വിധത്തിലാണ്. സർക്കാർ ജീവനക്കാരും വിരമിച്ചവരും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ഒക്കെ കുടിശ്ശികയ്ക്കായുള്ള കാത്തിരിപ്പ് തുടരുന്നു. ഉത്തര കേരളത്തിൽ അപ്പാടെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തും CPMന്റെ മറ്റ് ശക്തി കേന്ദ്രങ്ങളിലും LDFനുണ്ടായ തിരിച്ചടി ശക്തമാണ്. CPMനോടും മുഖ്യമന്ത്രിയോടുമുള്ള വലിയൊരു വിഭാഗം ആളുകളുടെ അപ്രിയത്തിൻ്റെ സൂചനയാണിത്. ധർമ്മടത്ത് ഭൂരിപക്ഷത്തിൽ തിരിച്ചടിയില്ല, പക്ഷേ ഭൂരിപക്ഷം LDFന് തന്നെയാണ്. പക്ഷേ വോട്ട് നിലയിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് പ്രത്യേകമായി പറഞ്ഞു. കാരണം ധർമ്മടത്ത് LDFന് പകരം UDF ആണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു വാർത്ത വ്യാപകമായി പ്രചരിക്കപ്പെട്ടിരുന്നു. അത് ശരിയല്ല. ആ തിരിച്ചടി വോട്ട് നിലയിലുള്ള തിരിച്ചടിയാണ് എന്ന് വായിക്കണം. CPMനോടുള്ള മുഖ്യമന്ത്രിയുടെ വലിയൊരു വിഭാഗം ആളുകളുടെ അപ്രിയത്തിൻ്റെ സൂചനയാണിത്. ഭരണത്തിൽ തിരുത്തൽ നടപടികൾ കൈക്കൊള്ളുന്നതിനൊപ്പം എല്ലാ തട്ടിലുമുള്ള നേതാക്കളുടെ പ്രവർത്തനത്തിലും പെരുമാറ്റത്തിലും ജനാഭിമുഖ്യവും ലാളിത്യവും ഉറപ്പുവരുത്താൻ കൂടി CPM ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വിജയം ജനങ്ങൾ സർവ്വകാലത്തേക്കുമായി നൽകിയ സമ്മതിയായി UDFും തെറ്റിദ്ധരിക്കേണ്ടതില്ല. സംഘടനാ സംവിധാനം സംസ്ഥാനത്ത് കൂടെ ദുർബലമായി വരികയാണെന്ന യാഥാർത്ഥ്യം മുന്നണിയിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസ് തിരിച്ചറിയണം. പാർട്ടിയുടെ വേരോട്ടം ശക്തിപ്പെടുത്താനും ജനങ്ങളിൽ അവമതിപ്പ് സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഉൾപോരുകൾ അവസാനിപ്പിക്കാനും കോൺഗ്രസ് ശ്രദ്ധ പുലർത്തണം. CPMനെ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പോടെ സംസ്ഥാനത്ത് സാന്നിധ്യം ശക്തിപ്പെടുത്തിയ BJPയെയും ഭാവിയിൽ കരുതലോടെ നേരിടേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട്. ഭരണമായാലും ഭരണത്തിന് പുറത്തായാലും രാഷ്ട്രീയ പ്രവർത്തനം ജനാഭിമുഖ്യമുള്ളതാകണം എന്ന പാഠമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണ് LDFനും UDFനും മാത്രമായി പകുത്തിട്ടതല്ല എന്നും ഈ തെരഞ്ഞെടുപ്പ് പറയുന്നുണ്ട്. അതിലെ ധ്വനികൾ ഇരു മുന്നണികളും വേണ്ട വിധം ഉൾക്കൊള്ളുക തന്നെ വേണം. ആ നിർദ്ദേശം വളരെ പ്രധാനമാണ്. തൃശ്ശൂരിൽ NDAയുടെ വിജയം, മറ്റു പല മണ്ഡലങ്ങളിലും ഉള്ള NDAയുടെ BJPയുടെ കുതിപ്പ്, ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രധാനമാണ്. ഒരുപക്ഷെ BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അപ്ലിക്കേഷൻ കേരളത്തിൽ സാധ്യമാകുന്ന അതിൻ്റെ സൂചനകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വന്ന വിധികൾ. ആ വിധിയുടെ ഉള്ളടക്കം തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. BJPയുടെ അണികളെ, അവരിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആളുകളെ അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞ് കൂടെ നിർത്താൻ അവർക്കൊരു സാധ്യത നിലവിൽ ഉണ്ട്. അതേസമയം മറ്റ് LDFന് പ്രത്യേകിച്ചും ജനങ്ങളെ, അവരുടെ അടിസ്ഥാന പിന്തുണയുള്ള ജനവിഭാഗത്തെ കൂടെ നിർത്താൻ അടിസ്ഥാന ജനജീവിതം മെച്ചപ്പെടുത്തുന്ന നടപടികൾ, അത്തരത്തിലുള്ള സമര പരിപാടികൾ അല്ലെങ്കിൽ മുന്നോട്ട് പോക്കിന് ആവശ്യമായ മറ്റ് കാര്യങ്ങൾ ഒക്കെ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. കേന്ദ്രം വലിയ, നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, സാമ്പത്തിക ഉപരോധ സമാനമായ നടപടികൾ BJP അതിൻ്റെ ഏകാധിപത്യ സ്വഭാവമുള്ള കഴിഞ്ഞ സർക്കാർ
നിലപാട് സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയായി കേരളത്തിൽ കുഴപ്പങ്ങളുണ്ടായി, സാമ്പത്തിക പ്രതിസന്ധി തന്നെ ഉണ്ടായി. ആ സാഹചര്യത്തെ നേരിടാനുള്ള കെൽപ്പ് ഉണ്ടാക്കിയെടുക്കുക അതെങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാൻ ചിലപ്പോൾ അവർക്ക് മാത്രമേ കഴിയുള്ളൂ, ഭരണകൂട നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്കേ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു കെൽപ്പ് നേടിയെടുക്കുക എന്നുള്ളതും അത് അപ്ലൈ ചെയ്ത് ജനങ്ങൾക്ക് തൃപ്തികരമായൊരു ജീവിതം നൽകുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും സമയം ഒരുപാടില്ല. അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. ഭരണത്തിൽ പാർട്ടിയും ജനങ്ങളുടെ മനസ്സറിയുന്നത് എന്ന് നമ്മൾ കരുതുന്നത് രാഷ്ട്രീയ പാർട്ടികളെയാണല്ലോ. അപ്പോൾ ഭരണകൂടത്തിനെ അത് ഏത് പാർട്ടിയുടേതായാലും ആ പാർട്ടി നിയന്ത്രിക്കുക, ആ പാർട്ടി ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുക, പ്രവർത്തന പദ്ധതി ഉണ്ടാക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ LDFനും CPMനും കഴിയും. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവർ നേരത്തെയും നടത്തിയിട്ടുണ്ട്. 2019 നടന്നത് നമുക്കറിയാം, 2021 അവർ തിരിച്ചു വന്നത് നമുക്കറിയാം. അത്തരത്തിലുള്ള സാധ്യതകൾ മുമ്പിലുണ്ട്. കോൺഗ്രസും അവരുടെ ദൗർബല്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക, ഈ വിജയത്തിൽ ഉന്മാദത്തിൽ ഏർപ്പെടാതെ അതിനനുസരിച്ചിട്ടുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവർക്കിടയിലേക്ക് സംഘപരിവാർ രാഷ്ട്രീയം നുഴഞ്ഞു കയറി തുടങ്ങിയിട്ടുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.